യെസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Z is equal to A greater than or is equal to C less than M, comma R greater than Z. R greater than Z. അപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോണതിൻ്റെ എല്ലാറ്റിൻ്റെയും ആൻസർ എന്ന് പറയുന്നത് only one follows, only two follows, either one or two follows, neither one nor two follows. അതേപോലെ both one and two follows. ഇങ്ങനെ നമുക്ക് 5 ഓപ്ഷൻസ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ ക്വസ്റ്റ്യൻസിനും ഇങ്ങനെയാണ് 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഒന്നെങ്കിൽ കൺക്ലൂഷൻ ഓൺലി വൺ ഫോളോസ് എന്ന് പറയുമ്പോൾ കൺക്ലൂഷൻ 1 മാത്രമേ ഫോളോ ചെയ്യുള്ളൂ. അതായത് നമ്മുടെ കറക്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് 1 മാത്രമാണ്. ഓൺലി 2 ഫോളോസ് എന്ന് പറയുമ്പം നമ്മുടെ കറക്റ്റ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് 2 മാത്രമാണ്. ഐദർ 1 or 2 ഫോളോസ് എന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ 1 ഫോളോ ചെയ്യും അല്ലെങ്കിൽ 2 ഫോളോ ചെയ്യും. അതേപോലെ നെയ്തർ 1 nor 2 ഫോളോസ് എന്ന് പറയുമ്പോൾ രണ്ടും റോങ് ആയ കൺക്ലൂഷൻസ് ആണ്. ബോത്ത് 1 and 2 ഫോളോസ് എന്ന് പറയുമ്പോൾ രണ്ട് കൺക്ലൂഷനും ഇൻഡിവിജ്വലി കറക്റ്റ് ആയ കൺക്ലൂഷൻസ് ആണ്. രണ്ട് കൺക്ലൂഷൻസും ഇൻഡിവിജ്വലി കറക്റ്റ് ആയ കൺക്ലൂഷൻ ആണ്. ഇവിടെ ഐദർ ഓറും ബോത്തും, ഐദർ ഓർ നെയ്തർ നോറും ബോത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. നെയ്തർ നോർ എന്ന് പറയുമ്പോൾ രണ്ട് കൺക്ലൂഷനും റോങ് ആയ മാത്രമേ നമ്മൾ നെയ്തർ നോർ പറയത്തുള്ളൂ. രണ്ട് കൺക്ലൂഷനും ഇൻഡിവിജ്വലി കറക്റ്റ് ആകുമ്പോഴാണ് നമ്മൾ ബോത്ത് 1 and 2 ഫോളോസ് പറയണേ. ഐദർ 1 and 2 ഫോളോസ് ആകുമ്പോൾ നമ്മൾ കുറച്ച് കണ്ടീഷൻസ് ഡിസ്കസ് ചെയ്തു അല്ലേ, രണ്ടും സെയിം, ആ രണ്ട് കൺക്ലൂഷനും ആ രണ്ട് വേരിയബിൾസും അല്ലെങ്കിൽ രണ്ട് കൺക്ലൂഷനിലും കമ്പയർ ചെയ്ത വേരിയബിൾസ് സെയിം ആയിരിക്കണം. അത് രണ്ടും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം. ആ രണ്ടും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് കഴിയുമ്പം ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കിട്ടേണ്ട ആക്ച്വൽ കൺക്ലൂഷൻ ആയിരിക്കണം നമുക്ക് കിട്ടേണ്ടത്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കിനി കൺക്ലൂഷൻ നോക്കാം. ആറും സി, നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ ആർ ഗ്രേറ്റർ ദാൻ സി, രണ്ടാമത്തെ കൺക്ലൂഷൻ എ ലെസ് ദാൻ എം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് ഇൻഈക്വാലിറ്റീസിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സിലജിസത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയപ്പോൾ നമ്മൾ രണ്ട് രീതിയിൽ ഡിസ്കസ് ചെയ്തു അല്ലേ. ഐദർ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ടു കൺക്ലൂഷനിലേക്ക് വരാം. നമുക്ക് വെൻ ഡയഗ്രാം ഒക്കെ വരച്ച്, അതായത് സിലജിസത്തിൽ നമ്മൾ പ്രോബ്ലംസ് വെൻ ഡയഗ്രാം ഒക്കെ വരച്ചാണ് നമ്മൾ സോൾവ് ചെയ്യാൻ ഉദ്ദേശിക്കണതെങ്കിൽ നമുക്ക് എവിടെ നിന്ന് എങ്ങോട്ട് വരാം, സ്റ്റേറ്റ്മെൻറ്റ് ടു കൺക്ലൂഷനിലേക്ക് വരാം. അതല്ല, നമ്മൾ വെൻ ഡയഗ്രാം ഒന്നും വരയ്ക്കാതെ കുറച്ചും കൂടെ സിമ്പിളായ അല്ലെങ്കിൽ കുറച്ചും കൂടെ കുറച്ചുകൂടെ ടൈം കൺസംഷൻ കുറച്ച് നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കണമെങ്കിൽ നമ്മൾ കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരും. രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. യെസ്. അപ്പോൾ ഇൻഈക്വാലിറ്റീസിൽ നമുക്ക് പ്രോബ്ലംസ് വന്നാൽ അപ്പോൾ നമ്മൾ ഏത് അപ്രോച്ചാണ് ഫോളോ ചെയ്യേണ്ടത്? സ്റ്റേറ്റ്മെൻറ്റ് ടു കൺക്ലൂഷൻ ആണോ നമ്മൾ ഫോളോ ചെയ്യേണ്ടത്, അതോ കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻ്റ് ആണോ ഫോളോ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇൻഈക്വാലിറ്റീസിലെ പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമ്മുടെ അപ്രോച്ച് കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മുടെ അപ്രോച്ച് എപ്പോഴും എന്തായിരിക്കണം? കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്ന് പറയുമ്പോൾ എന്താണ്, കൺക്ലൂഷൻസിൽ ഏത് രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പാണോ അവർ തന്നിട്ടുള്ളത്, ആ രണ്ട് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ ഡിറൈവ് ചെയ്താൽ മതി. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ Z ഉണ്ട്, A ഉണ്ട്, C ഉണ്ട്, M ഉണ്ട്, R ഉണ്ട് അല്ല, 5 വേരിയബിൾസ് ഉണ്ട്. ഇവിടെ നമുക്ക് അവർ ആറും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും എയും എമ്മും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മളിതിൽ സെഡും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണോ, അല്ലെങ്കിൽ സെഡും എമ്മും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതൊക്കെ, അതായത് നമുക്ക് 1 by 1 ആയി ഓരോന്നും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിച്ച് നമുക്ക് സോൾവ് ചെയ്യാം. അതൊരു ബെസ്റ്റായ അപ്രോച്ച് അല്ല. നമ്മുടെ ഇൻഈക്വാലിറ്റീസിൽ നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ് എപ്പോഴും നമുക്ക് ബെസ്റ്റായ ഒരു അപ്രോച്ച്. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് അപ്രോച്ച് എന്ന് പറയുമ്പം നമ്മൾ എങ്ങനെയാണ് ആ പ്രോബ്ലം ചെയ്യണത് നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് ഇൻഈക്വാലിറ്റീസ് എന്നുള്ള ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഇൻഈക്വാലിറ്റീസിൽ നമുക്ക് പ്രോബ്ലംസ് ചോദിക്കുമ്പം ഐദർ നമുക്ക് വേരിയബിൾസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒറ്റ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ തന്നിട്ടുണ്ടാവും.
ഇല്ലെങ്കിൽ എങ്ങനെ തന്നിട്ടുണ്ടാവും? ഇങ്ങനെ കോമ ഇട്ട് ഇവിടെ ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് മോർ ദാൻ 2 ഉണ്ടാവും, 2 കൂടുതൽ നിങ്ങൾക്ക് തരാം, 4, 5 ഒക്കെ തരാം. ചില സമയത്ത് എങ്ങനെ തരും? ആർ ഗ്രേറ്റർ ദാൻ സെഡ്, സെഡ് ഈസ് ഈക്വൽ ടു വൈ, വൈ ലെസ് ദാൻ ബി, ബി ഗ്രേറ്റർ ദാൻ എ. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ റിലേഷൻ തരുന്നത്. കോമ ഇട്ട് തരും. മനസ്സിലായോ? യെസ്. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങളുടെ എല്ലാ വേരിയബിൾസിൻ്റെയും റിലേഷൻഷിപ്പ് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ തരും, അല്ലെങ്കിൽ പല പല സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ട് തരും. സിംഗിൾ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നാലും പല പല സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് തന്നാലും നമ്മൾ ഫോളോ ചെയ്യേണ്ട അപ്രോച്ച് എന്താണ്? കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതുവരെ ക്ലിയർ ആയല്ലോ? നോക്കിക്കോളൂ. അപ്പോൾ ഇനി എങ്ങനെയാണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ കൺക്ലൂഷൻ ഞാൻ കൺസിഡർ ചെയ്യുവാണ് ആറും സിയും ആണ് അല്ലേ. എനിക്ക് ആവശ്യം ആറും സിയും തമ്മിലുള്ള റിലേഷനാണ്. എനിക്ക് ആവശ്യം എന്താണ്? ആറും സിയും തമ്മിലുള്ള റിലേഷനാണ് എനിക്ക് ആവശ്യം. 2 കൺക്ലൂഷൻസും ഞാൻ ചെക്ക് ചെയ്തപ്പം ഇവിടെ എന്താണ്? ഇവിടെ ആറും സിയും ആണ് വേരിയബിൾസ്, ഇവിടെ എയും എമ്മും ആണ് വേരിയബിൾസ്. സോ എനിക്ക് ഐദർ 1 or 2 ഫോളോസ് എന്നുള്ളൊരു ഓപ്ഷൻ, ആ ഒരു ഓപ്ഷൻ ഞാൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. കാരണം അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ തന്നെ സാറ്റിസ്ഫൈ ചെയ്തിട്ടില്ല. എന്തായിരുന്നു ഫസ്റ്റ് കണ്ടീഷൻ? രണ്ട് കൺക്ലൂഷൻസിലെയും വേരിയബിൾസ് സെയിം ആയിരിക്കണം. ഇവിടെ ഒരു ബന്ധവും ഇല്ലാത്ത വേരിയബിൾസ് ആണ്. സോ ഐദർ 1 or 2 ഫോളോസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഞാൻ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഇവിടെ 4 പോസിബിലിറ്റീസ് ആണുള്ളത്. ഒന്നെങ്കിൽ 1 ശരിയായിരിക്കാം, അല്ലെങ്കിൽ 2 ശരിയായിരിക്കും, അല്ലെങ്കിൽ 2ഉം ശരിയായിരിക്കും, അല്ലെങ്കിൽ 2ഉം റോങ് ആയിരിക്കും അല്ലേ. നമുക്ക് നോക്കാം. ഇനി ആറും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പം ഞാൻ നോക്കുമ്പോൾ ആറും സെഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്, സെഡും എയും തമ്മിലുള്ള റിലേഷൻഷിപ്പും എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പും തന്നിട്ടുണ്ട്. സോ ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്? ആറിനെയും സെഡിനെയും കണക്ട് ചെയ്യുന്ന ഈ ഒരു റിലേഷൻഷിപ്പ്, അതിൽ നിന്ന് സെഡും എയും എന്താണ്? ഇസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ സി അല്ലേ. ഇവിടെ എന്താണ് എനിക്ക് ആവശ്യം? ആറിനെയും സിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പാണ് എനിക്ക് ആവശ്യം. പ്രോബ്ലം ഞാൻ ചെക്ക് ചെയ്ത് കഴിയുമ്പം എനിക്ക് അവർ 2 സ്റ്റേറ്റ്മെൻറ്റ്സ് ആയിട്ടാണ് തന്നിട്ടുള്ളത്. ആറും സെഡും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്, സെഡും എയും അതേപോലെ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മുഴുവനായിട്ടും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇത്രയുമാണ് എനിക്ക് ആവശ്യം. ഫസ്റ്റ് കൺക്ലൂഷൻ കിട്ടാൻ വേണ്ടി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് വേണം, ആർ ഗ്രേറ്റർ ദാൻ സെഡ്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് സെഡ് തൊട്ട് സി വരെയുള്ള കാര്യങ്ങൾ മതി എനിക്ക് അല്ലേ. ഇവിടെ നോക്കിക്കോളൂ, ആർ ഗ്രേറ്റർ ദാൻ സെഡ് ആണ്, സെഡ് ഇസ് ഈക്വൽ ടു എ ആണ്. ഒരു സിമ്പൽ എന്താണ്? ഈക്വൽ സൈൻ ആണ്. നമ്മൾ പറഞ്ഞു ഈക്വൽ സൈനിൻ്റെ കൂടെ ആര് മത്സരിച്ചാലും ആരാണ് ജയിക്കാൻ പോണേ? ആ മറ്റേ സിമ്പൽ, ഈക്വൽ സൈൻ അല്ലാതെ ഉള്ള മറ്റേ സിമ്പലാണ് ജയിക്കാൻ പോണേ. സോ ഇവിടെ എന്ത് കിട്ടി? ആർ ഗ്രേറ്റർ ദാൻ എ എന്ന് കിട്ടി. ആർ ഗ്രേറ്റർ ദാൻ എ എന്ന് കിട്ടി. ഞാൻ സെഡിനെ ഈ ഗെയിമിൽ നിന്ന് ഒഴിവാക്കി. ഇനി ആറും എയും ഇവിടെ എന്താണ്? ഇവിടെ ഡെഫിനിറ്റ് ആയ ഒരു സിമ്പലാണ്, എയും സിയും ഇൻഡെഫിനിറ്റ് ആയ ഒരു സിമ്പലാണ്. ആറും എയും ഡെഫിനിറ്റ് ആയ ഒരു റിലേഷൻഷിപ്പാണ്. എയും സിയും അവിടുത്തെ സിമ്പൽ എന്താണ്? ഇൻഡെഫിനിറ്റ് ആയ സിമ്പലാണ്. ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും മത്സരിച്ച ആര് ജയിക്കും? ഡെഫിനിറ്റ് ജയിക്കും. സോ ആർ ഗ്രേറ്റർ ദാൻ സി അല്ലേ. സോ നമുക്ക് എന്ത് കിട്ടി? ആർ ഗ്രേറ്റർ ദാൻ സി. സോ നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ കറക്റ്റാണ്. നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ എന്താണ്? കറക്റ്റാണ്. മനസ്സിലായോ എങ്ങനെയാണ് സോൾവ് ചെയ്തതെന്ന്? ഒന്നുകൂടെ പറയാം, നോക്കിക്കോളൂ. കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് അപ്രോച്ചാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് കൺക്ലൂഷൻ ഞാൻ നോക്കി, ആർ ഗ്രേറ്റർ ദാൻ സി ആണ്. അവിടെ ആരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടേ? ആറും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. അപ്പം ഞാൻ നോക്കുമ്പോൾ യെസ്, ആറും സിയും തമ്മിലുള്ള ഡയറക്റ്റ്, ചില സമയത്ത് നമുക്ക് ക്വസ്റ്റനിൽ അവർ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ടാവും. ഈ ക്വസ്റ്റനിൽ അവരങ്ങനെ തന്നിട്ടില്ല. അപ്പം നമ്മൾ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് തരാത്തതുകൊണ്ട് നമ്മൾ വേണം അത് ഡിറൈവ് ചെയ്യാൻ അല്ലേ. അപ്പം ഞാൻ നോക്കുമ്പോൾ ആറും സെഡും തമ്മിലുള്ള ഒരു റിലേഷൻ എനിക്ക് തന്നിട്ടുണ്ട്, സെഡും എയും എയിൽ നിന്ന് സിയിലേക്കുള്ള റിലേഷനും എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആറും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ആയിട്ട് വേണം. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് സെഡ് തൊട്ട് സി വരെ മതി. സിയും എമ്മും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നുള്ളത് എന്നെ ബാധിക്കണ കാര്യമേ അല്ല ഫസ്റ്റ് കൺക്ലൂഷനിൽ അല്ലേ. യെസ്, അപ്പോൾ ഞാൻ അത് മാത്രം കൺസിഡർ ചെയ്തു. ആർ ഗ്രേറ്റർ ദാൻ സെഡ്, സെഡ് ഇസ് ഈക്വൽ ടു എ ഗ്രേറ്റർ ദാൻ സി അല്ലേ. ഇത് രണ്ടും ഞാൻ കമ്പയർ ചെയ്തു. ഇവിടെ എന്താണ്? ഞാൻ
ഈ ഗ്രേറ്റർ സൈനും ഈക്വൽ സൈനും ഞാൻ കമ്പയർ ചെയ്തു. കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം ഈക്വൽ സൈൻ ഭയങ്കര വീക്കായ ആളാണ്, ആരുടെ കൂടെ മത്സരിച്ചാലും തോറ്റുപോകും, മറ്റേ ആളായിരിക്കും ജയിക്കണേ. സോ ആർ ഗ്രേറ്റർ ദാൻ എ കിട്ടി. ഞാൻ എന്തൊഴിവാക്കി? സെഡിനെ ഈ ഗെയിമിൽ നിന്ന് ഒഴിവാക്കി. പിന്നെ ഇവിടെ മത്സരം ആര് തമ്മിലാണ്? ഒരു ഡെഫിനിറ്റ് സിമ്പലും ഒരു ഇൻഡെഫിനിറ്റ് സിമ്പലും തമ്മിലാണ് മത്സരം. സെയിം ഡയറക്ഷനാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം സിമ്പിൾസ് എപ്പോഴും സെയിം ഡയറക്ഷനിലായിരിക്കണം. യെസ്. അപ്പം ഇങ്ങനെ സെയിം ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ സിമ്പിൾസ് സെയിം ഡയറക്ഷനിലല്ല എന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ, അല്ലെ, നിങ്ങൾക്ക് സിമ്പിൾ സെയിം ഡയറക്ഷനിലല്ല, ഇങ്ങനെയാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ, യെസ്. അപ്പോൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളതെങ്കിൽ നമ്മൾ പിന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യം either 1 or 2 ഫോളോസ് എന്നുള്ള ആ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ആ ഒരു അതിനെ ട്രൂ ആക്കുന്ന രീതിയിലുള്ള ഒരു പോസിബിലിറ്റി ഉണ്ടോ? ഇവിടെ നമുക്ക് രണ്ടും, അതായത് രണ്ട് കൺക്ലൂഷൻസിലും അവർ തന്നിട്ടുള്ള വേരിയബിൾസ് സെയിം ആണെങ്കിൽ അതിനൊരു പോസിബിലിറ്റി ഉണ്ട്, അല്ലേ? ഇവിടെ അവർ തന്നിട്ടുള്ള ആ രണ്ട് കൺക്ലൂഷനിൽ തന്നിട്ടുള്ള വേരിയബിൾസ് സെയിം അല്ല, സോ അതിന് പോസിബിലിറ്റി ഇല്ല. സോ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫസ്റ്റ് കൺക്ലൂഷൻ റോങ് ആണെന്ന് പറയാൻ പറ്റും. ഫസ്റ്റ് കൺക്ലൂഷൻ റോങ് ആണെന്ന് പറയാൻ പറ്റും. ഈ റോങ് ആണെന്ന് പറയുന്ന സമയത്ത് നമ്മൾ ആറും സെഡും തമ്മിൽ, അല്ലെങ്കിൽ ആറും എയും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് പോലും നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. നോക്കിക്കോളൂ. ആർ ഗ്രേറ്റർ ദാൻ സെഡ് ഇസ് ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി, ഇങ്ങനെയാണ് നിങ്ങൾക്ക് സ്റ്റേറ്റ്മെൻ്റ് എങ്കിൽ ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ഡിറൈവ് ചെയ്യേണ്ടത്. കൺക്ലൂഷൻ ഞാൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ രണ്ട് വേരിയബിൾസും അല്ലെങ്കിൽ രണ്ട് കൺക്ലൂഷൻസിലുള്ള വേരിയബിൾസും സെയിം അല്ലാതെ ആവുമ്പം either 1 or 2 എന്നുള്ള ഒരു കേസിന് അവിടെ പോസിബിലിറ്റിയേ ഇല്ല. സോ ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ ഗ്രേറ്റർ ആണ്, ഇവിടെ ലെസ് ആണ്. സോ എനിക്ക് എന്ത് പറയാം? നോ റിലേഷൻ. അല്ലെങ്കിൽ എനിക്ക് എന്ത് പറയാം? ആ കൺക്ലൂഷൻ എന്താണ്? ആ കൺക്ലൂഷൻ റോങ് ആണെന്ന് എനിക്ക് പറയാം. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മുടെ ഈ ഒരു സിറ്റുവേഷനിൽ അത് സെയിം ഡയറക്ഷൻ ആണ്. സോ അത് സെയിം ഡയറക്ഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആർ ഗ്രേറ്റർ ദാൻ സി എന്ന് കിട്ടി. ഇനി നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷനിലേക്ക് വരാം. രണ്ടാമത്തെ കൺക്ലൂഷൻ ആരും തമ്മിലാണ്? എയും എമ്മും തമ്മിലാണ്, അല്ലേ? എയും എമ്മും തമ്മിലാണ്. അപ്പം നമുക്ക് ഇവിടെ എ ഉണ്ട്, ഇവിടെ സി ഉണ്ട്, ഇവിടെ എം ഉണ്ട്. അപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമ്മളിവിടെ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നേരത്തെ എം എന്ന് പറയുന്ന ആളെ നമ്മൾ മൈൻഡ് ചെയ്തില്ല. ഇപ്പം നമ്മൾ മറ്റേ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ മൈൻഡ് ചെയ്യണില്ല. ഇവിടെ സെഡും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്താണ് ആവശ്യം? എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി ലെസ് ദാൻ എം ആണ്. എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി ലെസ് ദാൻ എം ആണ്. രണ്ട് സിമ്പലും രണ്ട് ഡയറക്ഷനിലാണ്. സോ ഈ കൺക്ലൂഷൻ റോങ് ആണ്. രണ്ട് സിമ്പലും രണ്ട് ഡയറക്ഷനിലാണ്. സോ ഈ കൺക്ലൂഷൻ റോങ് ആണ്. ഓൺലി 1 ഫോളോസ്, അല്ലേ? ഓൺലി 1 ഫോളോസ്. ഓപ്ഷൻ 1 ആണ് ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ. മനസ്സിലായോ? യെസ്. കുറച്ച് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. 1-2 പ്രോബ്ലംസ് നമ്മൾ സോൾവ് ചെയ്തതിന് ശേഷം യെസ്, നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മുടെ വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ സോൾവ് ചെയ്ത് നോക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. n ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി, പി ഇസ് ഈക്വൽ ടു എൻ, പി ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എൽ. നമ്മുടെ കൺക്ലൂഷൻസ് n ഗ്രേറ്റർ ദാൻ സി, എൽ ഗ്രേറ്റർ ദാൻ എ. n ഗ്രേറ്റർ ദാൻ സി, എൽ ഗ്രേറ്റർ ദാൻ എ. രണ്ട് കൺക്ലൂഷൻസ്. ഇതാണ് നമ്മുടെ രണ്ട് കൺക്ലൂഷൻസ്. യെസ്. നമ്മുടെ ഓപ്ഷൻസ് സെയിം ആണ്, അതുകൊണ്ടാണ് ഞാനത് മാറ്റാത്തത്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ. ഞാൻ പറഞ്ഞു കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് അപ്രോച്ച് ആണ്, അല്ലേ? n ഗ്രേറ്റർ ദാൻ സി ആണ് ആദ്യത്തെ കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ എൽ ഗ്രേറ്റർ ദാൻ എ ആണ്. വേരിയബിൾസ് സെയിം അല്ല. സോ either 1 or 2 ഫോളോസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഇവിടെ യാതൊരു റോളും ഇല്ല. യെസ്. ബാക്കി 4 ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നാവാനാണ് സാധ്യത. നോക്കിക്കോളൂ. ഇവിടെ നമ്മുടെ ആദ്യത്തെ റിലേഷൻ എന്നും സിയും ആണ്. സോ ഞാൻ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അത് ഫുള്ളും ഞാൻ കൺസിഡർ ചെയ്യണം, അല്ലേ? n ഉണ്ട്. n ഗ്രേറ്റർ ദാൻ എ ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു സി. ഇതെന്താണ്? ഇതൊരു ഡെഫിനിറ്റ് സിമ്പലാണ്, ഇതൊരു ഇൻഡെഫിനിറ്റ് സിമ്പിളാണ്. ഇവിടെ മത്സരം അല്ലെങ്കിൽ യുദ്ധം ആര് തമ്മിലാണ്? ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും തമ്മിൽ ആര് ജയിക്കും? ഡെഫിനിറ്റ് ജയിക്കും. സോ ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന റിലേഷൻഷിപ്പ് n ഗ്രേറ്റർ ദാൻ സി ആണ്. ഫസ്റ്റ് കൺക്ലൂഷൻ കറക്റ്റ് ആണ്, അല്ലേ?
രണ്ടാമത്തത് നമുക്ക് നോക്കാം. രണ്ടാമത്തത് നമുക്ക് ആവശ്യം എല്ലും എയുമാണ്. രണ്ടാമത്തത് നമുക്ക് ആവശ്യം എല്ലിനെയും എയിനെയും കണക്ട് ചെയ്യുന്നതാണ് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് മോർ ദാൻ വൺ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവുമ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആവശ്യം, നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സിനെയാണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നോക്കിക്കോളൂ. നമ്മളിവിടെ ആവശ്യം എല്ലും എയും ആണ്. നമ്മുടെ ആവശ്യം എല്ലും എയും ആണ്. എന്തായാലും നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എല്ലായിരിക്കും അല്ലേ? ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മുടെ സ്റ്റാർട്ടിങ് എല്ലായിരിക്കും, എൻഡിങ് എ ആയിരിക്കും. നമ്മുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമ്മുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് എല്ലായിരിക്കും, അതേപോലെ എൻഡിങ് എ. അതായത് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആര് തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്? എല്ലും എയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. അപ്പം ഞാൻ ഇവൻ്റെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പം അതിൽ 3 വേരിയബിൾസ് ഉണ്ട്. എൻ ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നോക്കി, അതിലെനിക്ക് 3 വേരിയബിൾസ് ഉണ്ട്. എൻ ഉണ്ട്, എ ഉണ്ട്, സി ഉണ്ട്. എനിക്ക് ആവശ്യമുള്ളതിൽ ഒരു വേരിയബിൾ ഇവിടെ ഉണ്ട്. എ എന്നുള്ളൊരു വേരിയബിൾ എനിക്ക് ആവശ്യമുണ്ട്, ആ വേരിയബിൾ ഇതിനകത്തുണ്ട്. ഇനി ഞാൻ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പിയും എന്നും ഉള്ളൂ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പിയും എന്നും മാത്രമേ ഉള്ളൂ. ഓക്കെ. മൂന്നാമത്തെ എനിക്ക് ആവശ്യമുള്ള 2 വേരിയബിളും ഈ സ്റ്റേറ്റ്മെൻറ്റിൽ ഇല്ല. എനിക്ക് ആവശ്യമുള്ള 2 വേരിയബിളും ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഇല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നോക്കിയപ്പോൾ പിയും എല്ലും ഉണ്ട്. എനിക്ക് ആവശ്യമുള്ള ഒരു വേരിയബിൾ ഉണ്ട്. അപ്പോൾ എന്തായാലും ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റും കൺസിഡർ ചെയ്യേണ്ടി വരും അല്ലേ? എന്തായാലും ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റും കൺസിഡർ ചെയ്ത് ചില സിറ്റുവേഷൻസിൽ നിങ്ങൾക്ക് മോർ ദാൻ വൺ സ്റ്റേറ്റ്മെൻറ്റ്സിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വേരിയബിൾ ഉണ്ടാവും. സേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കിപ്പോൾ ഇവിടെ ഇവിടെ ഒരു വേരിയബിൾ ഡിയും കൂടെ ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഇവിടെ ഒരു വേരിയബിൾ ഡിയും കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഡിയും എല്ലും തമ്മിലുള്ള എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ടോ എന്ന് വിചാരിക്കാം. ഡിയും എല്ലും തമ്മിൽ വേണ്ട, ഇവിടെ ഡി വേണ്ട. നമുക്കൊരു കാര്യം ചെയ്യാം, ഇവിടെ എം കൊടുക്കാം. ഓക്കെ, വേണ്ട, അത് നമുക്ക് അങ്ങനെ ഒരു എക്സാമ്പിൾ വരുമ്പോൾ നോക്കാം. യെസ്. അപ്പോൾ ഇവിടെ എന്തായാലും ഞാൻ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും ഞാൻ കൺസിഡർ ചെയ്യണം. എനിക്ക് ആവശ്യമുള്ള 2 വേരിയബിളും ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സിലാണ് ഉള്ളത്. അപ്പോൾ ഇനി നോക്കിക്കോളും, ഇവിടെ എയുടെ റിലേഷൻ എന്നുമായിട്ടാണ്. ഇവിടെ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എ എന്ന് പറയുന്ന ആളുടെ റിലേഷൻ ഒന്നെങ്കിൽ എന്നുമായിട്ടാണ് അല്ലെങ്കിൽ സിയുമായിട്ടാണ് അല്ല. ഇവിടെ എ എന്ന് പറയുന്ന ആളുമായിട്ടുള്ള റിലേഷൻ, എ എന്ന് പറയുന്ന ആൾക്ക് ഇവിടെ ഒന്നെങ്കിൽ എന്നുമായിട്ടൊരു റിലേഷൻ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, എന്നുമായിട്ടാണ് ഒന്നെങ്കിൽ റിലേഷൻ അല്ലെങ്കിൽ സിയുമായിട്ടാണ്. നമ്മുടെ എല്ലിൻ്റെ കാര്യം പറയുമ്പം എല്ലിൻ്റെ റിലേഷൻ പിയുമായിട്ടാണ്. എയുടെ റിലേഷൻ എന്നും സിയും ആയിട്ടാണ്. എല്ലിൻ്റെ റിലേഷൻ പിയു ആയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എല്ലും എയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യണ കോമൺ ഫാക്ടർ അല്ലെങ്കിൽ കോമൺ ആയ വേരിയബിൾ ഈ 2 സ്റ്റേറ്റ്മെൻറ്റിലും ഇല്ല അല്ലേ? അപ്പം ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോഴാണ് മൂന്നാമതൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പിയും എന്നും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പ് തന്നിട്ടുണ്ട്. എനിക്കറിയാം എല്ലും പിയും കണക്റ്റഡ് ആണ്. അതേപോലെ എയും എന്നും കണക്റ്റഡ് ആണ്. സിയും എയും കണക്റ്റഡ് ആണ്. യെസ്. അതേപോലെ എന്നും പിയും കണക്റ്റഡ് ആണ്. നോക്കിക്കോളൂ, നമുക്ക് റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ പറ്റില്ലേ? യെസ്. അല്ലേ? റിലേഷൻഷിപ്പ്, അതായത് ചിലപ്പോൾ അവിടെ നോ റിലേഷൻഷിപ്പ് ആവാം. നമ്മുടെ സിമ്പിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാവുമ്പോൾ നോ റിലേഷൻഷിപ്പ് ആവാം. എന്നാലും കുഴപ്പമില്ല, അവർ തമ്മിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ എന്താണ് ഇവർ തമ്മിലുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ്? നമ്മൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റിനെയും ക്ലബ് ചെയ്ത് എഴുതുന്നു. ഇവിടെ നമുക്ക് ആവശ്യമില്ല, സി നമുക്ക് ആവശ്യമില്ല. ഇവിടെ എയും സിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നമ്മളിവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം എൽ ഈസ് കണക്റ്റഡ് ടു പി ഈസ് കണക്റ്റഡ് ടു എ, സോറി നോട്ട് എ, എൻ ഈസ് കണക്റ്റഡ് ടു എ. അപ്പം നമ്മൾ അത്രയും അറിഞ്ഞാൽ മതി. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ്. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ്. പി ഈസ് ഈക്വൽ ടു എൻ ആണ് അല്ലേ? നോക്കിക്കോളൂ, ഇവിടെ എന്താണ്? പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ്. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ആണ്. പി എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? എന്നിന് ഈക്വൽ ആണ് അല്ലേ?
P is equal to n. P is equal to n എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് എന്താണ്? n is equal to P ആണ്. P less than or equal to L എന്ന് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? L greater than or equal to P ആണെന്ന് നമുക്ക് പറയാം. അതേപോലെ ഇവിടെ എന്ത് തന്നിട്ടുണ്ട്? n greater than A ആണെന്ന് തന്നിട്ടുണ്ട്. സോ നമുക്ക് എന്ത് പറയാം? A less than n ആണെന്ന് പറയാം. n greater than A ആവുമ്പോൾ എന്താണ്? A less than n ആണ് അല്ലേ? അതായത് ഇപ്പോൾ 2 greater than 1 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് പറയാം? 1 less than 2 എന്ന് പറയാം അല്ലേ? 2 1-നേക്കാളും വലുതാണെന്ന് നമ്മൾ പറയുമ്പോൾ 1 2-നേക്കാളും ചെറുതാണെന്ന് നമുക്ക് പറയാം. ആ സെയിം ലോജിക്കാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. യെസ്, ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണ്? A ലെസ് ദാൻ n ആണ്. A ലെസ് ദാൻ n ആണ്. അപ്പോൾ ഇവിടെ ഒരു സിമ്പിൾ ഈക്വൽ ആണ്, കുഴപ്പമില്ല. ഡെഫിനിറ്റ് ഇൻഡെഫിനിറ്റ് അല്ലെങ്കിൽ ഡെഫിനിറ്റ് സിമ്പിൾസ് ഇൻഡെഫിനിറ്റ് സിമ്പിൾസ് വരുമ്പോഴാണ് നമ്മൾ ആ ഡയറക്ഷൻ ചെക്ക് ചെയ്യേണ്ടത്. സെയിം ഡയറക്ഷൻ ആണ്. സോ ഇവർ തമ്മിൽ എന്തോ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നോ റിലേഷൻ എന്ന് പറയാം. അപ്പോൾ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇവിടെ എന്താണ്? ഇവിടെ ഡെഫിനിറ്റ് സിമ്പിൾ ആണ്, ഇവിടെ ഈക്വൽ ആണ്. ആര് ജയിക്കും? ആ സിമ്പിൾ ജയിക്കും. ഇവിടെ ഡെഫിനിറ്റ് ആണ്, ഇവിടെ ഇൻഡെഫിനിറ്റ് ആണ്. ആര് ജയിക്കും? ഡെഫിനിറ്റ് ജയിക്കും. A ലെസ് ദാൻ L ആണ്. ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് എന്താണ്? L ഗ്രേറ്റർ ദാൻ A ആണ്. ശരിയാണോ തെറ്റാണോ? A ലെസ് ദാൻ L എന്ന് പറയുമ്പോൾ നമുക്ക് പറയാം L ഗ്രേറ്റർ ദാൻ A ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സോ ബോത്ത് 1 and 2 ഫോളോസ്. നമ്മുടെ 5th ഓപ്ഷൻ ആണ് കറക്റ്റ്. മനസ്സിലായോ? യെസ്. സിമ്പിളാണ്, ഈസിയായി നമുക്ക് മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ സിലജിസം. അതേപോലെ ഇൻഈക്വാലിറ്റീസ്, നമ്മുടെ പസിൽസോ അല്ലെങ്കിൽ അങ്ങനത്തെ, അതായത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, ക്വസ്റ്റ്യൻ വായിക്കണം, അത് മനസ്സിലാക്കണം, അതിനെ നമ്മൾ അറേഞ്ച് ചെയ്യണം എന്നുള്ള ഒരുപാട് പ്രോസസ്സ് അതിനകത്തുണ്ട്. ഇതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. S less than or equal to L less than R, comma, S greater than or equal to N, P is equal to N. Conclusion 1, P is equal to S. Conclusion 2, R less than N. R less than N. Yes. അപ്പോൾ ഇവിടെ ഇല്ലേ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. 2 കൺക്ലൂഷൻസ് തന്നിട്ടുണ്ട്. ഐദർ 1 or 2 ഫോളോസ് എന്നുള്ള ആ ഒരു ഓപ്ഷനുള്ള പോസിബിലിറ്റി പോലും ഇവിടെ ഇല്ല. കാരണം 2 വേരിയബിൾസും സെയിം അല്ല. സോ ആ ഒരു ഓപ്ഷൻ നമുക്ക് ആദ്യമേ തന്നെ ഒഴിവാക്കാം. ബാക്കി 4 ഓപ്ഷൻസിൽ ഏതെങ്കിലും ഒന്നാവാനാണ് സാധ്യത അല്ലേ? യെസ്. എന്തിനാണ് നമ്മൾ ആദ്യമേ തന്നെ ഐദർ 1 or 2 ഫോളോസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ സാറ്റിസ്ഫൈ ചെയ്യണ്ടോ ഇല്ലയോ എന്ന് നോക്കണേന്ന് വെച്ചാൽ, ചില സമയത്ത് നമ്മുടെ സിമ്പിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും അല്ലേ? ചില സമയത്ത് നമ്മുടെ സിമ്പിൾസ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെന്ന് നമുക്ക് കണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു 2 വേരിയബിൾസിനെ കണക്ട് ചെയ്ത് തന്നിട്ടുള്ള ആ കൺക്ലൂഷൻ തന്നെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് കൺക്ലൂഷൻ ടു സ്റ്റേറ്റ്മെൻറ്റ് അപ്രോച്ച് ആണ്. നോക്കിക്കോളൂ, ഇവിടെ എന്താണ് ആദ്യത്തെ നമ്മുടെ കൺക്ലൂഷൻ? പിനെയും എസിനെയും കണക്ട് ചെയ്യണതാണ്. പിയും എസും എന്ന് പറയുമ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല അല്ലേ? പിയും എസിനെയും കണക്ട് ചെയ്യണ പോലെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നുമില്ല. ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റിൽ ഒതുങ്ങണ ഒരു സാധനവും അല്ല അല്ലേ? ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് എസ് ഉണ്ട്, പക്ഷേ പി ഇല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എസ് ഉണ്ട്, പക്ഷേ പി ഇല്ല. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പി ഉണ്ട്, പക്ഷേ എസ് ഇല്ല. അപ്പോൾ 2 അല്ലെങ്കിൽ അതിൽ കൂടുതലോ സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ എന്തായാലും കൺസിഡർ ചെയ്യേണ്ടി വരും. നോക്കിക്കോളും. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്ക് ആവശ്യമുള്ള സാധനമുണ്ട്. ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണുള്ളത്. ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ട്? എസ് ഉണ്ട്, നമുക്ക് ആവശ്യമുള്ള സാധനമുണ്ട്, യെസ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എന്തുണ്ട്? രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമുണ്ട്, എസ് ഉണ്ട്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിലാണ് നമുക്ക് പി ഈസ് ഈക്വൽ ടു എൻ, അവിടെയും നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമുണ്ട്, പി ഉണ്ട് അല്ലേ? യെസ്. അപ്പോൾ നമ്മൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കൺസിഡർ ചെയ്യണോ, അതോ ഇതിൽ ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതിയോ? യെസ്. നോക്കിക്കോളൂ, ഇവിടെ നമ്മൾ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണോ? 3 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്യണോ, അല്ലെങ്കിൽ ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെൻറ്റ്സ് നമ്മൾ കൺസിഡർ ചെയ്താൽ മതി? നമുക്ക് നോക്കാം അല്ലേ? അപ്പോൾ ഇവിടെ ഞാനിപ്പോൾ എന്തായാലും പിന്ന് തുടങ്ങുവാണ്.
പിയും എന്നും അല്ലേ, പിയും എന്നും തമ്മിലാണ് നമ്മുടെ റിലേഷൻഷിപ്പ്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പി ഈസ് കണക്റ്റഡ് ടു എൻ. യെസ്, പി ഈസ് കണക്റ്റഡ് ടു എൻ. പിന്നെ ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നോക്കി, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ എൻ ഉണ്ട്. ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പോൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എൻ ഉണ്ട്. ഹിയർ എൻ ഈസ് കണക്റ്റഡ് ടു എസ്. റിലേഷൻഷിപ്പ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ആദ്യം അവിടെ നമുക്ക് കണക്ഷൻസ് കിട്ടണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. സിമ്പിൾ സെയിം ഡയറക്ഷൻ ആണോ, അതായത് ഒരൊറ്റ സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റേ തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ ഒരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി എന്നുള്ള സിറ്റുവേഷൻസിൽ കണക്ഷൻ ഉണ്ടോ, അല്ലെങ്കിൽ ആ ഒരു കണക്ഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ള ആ ഒരു സ്റ്റെപ്പിന് അവിടെ എന്താ പറയുക പ്രസക്തിയില്ല. പക്ഷേ നമുക്ക് മോർ ദാൻ വൺ സ്റ്റേറ്റ്മെൻറ്റ്സ് തരുമ്പോൾ, മോർ ദാൻ വൺ സ്റ്റേറ്റ്മെൻറ്റ്സ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യം വരുമ്പോൾ, അങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കൺസിഡർ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവണമെങ്കിൽ കണക്ഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. ഇവിടെ പിയും എസും തമ്മിലാണ് നമ്മുടെ റിലേഷൻ. ഇവിടെ പി ഉണ്ട്, ഇവിടെ പി ഈസ് കണക്റ്റഡ് ടു എൻ. ഈ മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ പി ഈസ് കണക്റ്റഡ് ടു എൻ, എൻ ഈസ് കണക്റ്റഡ് ടു എസ്. സോ നമുക്ക് പിയും എസും തമ്മിലുള്ള ഒരു കണക്ഷൻ നമുക്ക് കിട്ടി. സോ അതുകൊണ്ട് നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. ഈ ഒരു സിറ്റുവേഷനിൽ ഈ പിയും എസും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് ഡിറൈവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഒരു പക്ഷേ നിങ്ങൾക്ക് പിയും ആറും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പാണ് ചോദിച്ചത്, അല്ലെങ്കിൽ പിയും എല്ലും തമ്മിലുള്ളൊരു റിലേഷൻഷിപ്പാണെന്ന് ചോദിച്ചതെന്നിരിക്കട്ടെ. പിയും എല്ലും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ പിയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കുമ്പോൾ എസ് എന്ന് പറയുന്നതാണ് ആരുമായിട്ട് കണക്റ്റഡ്, എല്ലുമായിട്ട് കണക്റ്റഡ്. എൽ എന്ന് പറയുന്നത് ആറുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ പിയും ആറും തമ്മിലുള്ള റിലേഷൻ, അല്ലെങ്കിൽ പിയും എല്ലും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ചോദിക്കുമ്പോൾ നമ്മൾ ഈ മൂന്ന് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ കൺസിഡർ ചെയ്യേണ്ടി വരും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നിങ്ങൾക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നിട്ടുള്ള കൺക്ലൂഷനിൽ ഏതൊക്കെ വേരിയബിൾസ് ആണോ ആവശ്യം, അതിനനുസരിച്ചാണ് നമ്മൾ ഏതൊക്കെ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് ആവശ്യം എന്ന് കണ്ടുപിടിക്കണം. സോ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്യുക. ഇപ്പോൾ എസും എല്ലും ആറും ഈ ഒരു ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾ കൺസിഡർ ചെയ്തു എന്നിരിക്കട്ടെ. ഒന്നെങ്കിൽ എസ് എന്ന് പറയുന്നതിന് പി യു ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം, ഇല്ല. എൽ എന്ന് പറയുന്നതിന് പി യു ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം, ഇല്ല. ആർ എന്ന് പറയുന്ന സാധനത്തിനെങ്കിലും പി യു ആയിട്ടൊരു കണക്ഷൻ ഉണ്ടാവണം, അതും ഇല്ല നമ്മുടെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ. ഇവിടെ നമ്മൾ കണ്ടു പിയും എന്നും തമ്മിലാണ് കണക്ഷൻ, പിയും എന്നും തമ്മിലാണ് കണക്ഷൻ. ഇവിടെ ഈ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ എസും എന്നും തമ്മിലൊരു കണക്ഷനും ഇല്ല, എല്ലും എന്നും തമ്മിലൊരു കണക്ഷൻ ഇല്ല, ആറും എന്നും തമ്മിലൊരു കണക്ഷൻ ഇല്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ ഞാൻ വന്നപ്പോൾ എസും എന്നും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. സോ നമുക്ക് ആരും തമ്മിലുള്ള റിലേഷൻ കിട്ടും, പിയും എസും തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കാനുള്ള സാധ്യത നമുക്കുണ്ട് അല്ലേ? അപ്പോൾ ഇനി നോക്കിക്കോളൂ, പി ഇസ് ഈക്വൽ ടു എൻ ആണ് ഇവിടെ തന്നിട്ടുണ്ട്. എസ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എൻ എന്ന് പറയുമ്പോൾ എൻ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എസ് ആണ്. സോ എൻ ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എസ്. ഇവിടെ എന്താണ്? ഇവിടെ ഈക്വൽ സൈൻ ആണ്, ഇവിടെ ഇൻഡെഫിനിറ്റ് സിമ്പിൾ ആണ്. ഈക്വൽ സൈൻ ആണ്. ദ വീക്കസ്റ്റ് ആയ വാരിയർ എന്ന് പറയുന്നത് ഈക്വൽ സൈൻ ആണ്. നമുക്ക് മൂന്ന് വാരിയേഴ്സ് ആണുള്ളത്, ഒന്ന് ഡെഫിനിറ്റും, ഒന്ന് ഇൻഡെഫിനിറ്റും, ഒന്ന് ഈക്വലും. ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയ ആൾ ആരാണ്? സ്ട്രോങ്ങസ്റ്റ് ആയ ആൾ ഡെഫിനിറ്റ് ആണ്. പിന്നെ ഇൻഡെഫിനിറ്റ്, വീക്കസ്റ്റ് ആയ ആൾ ആരാണ്? ഈക്വൽ സൈൻ ആണ്. സോ ഇവിടെ ആര് ജയിക്കും? ഇൻഡെഫിനിറ്റ് ജയിക്കും. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇവിടെ നമ്മുടെ ഒരു ഓപ്ഷൻ പി ഈസ് ഈക്വൽ ടു എസ് ആണ്. നമുക്കിവിടെ ഫസ്റ്റ് കൺക്ലൂഷൻ പി ഈസ് ഈക്വൽ ടു എസ് ആണ്. നമ്മൾ പറഞ്ഞു നമുക്ക് ക്വസ്റ്റ്യൻ കിട്ടിയാൽ നമ്മൾ ആദ്യം ആ കൺക്ലൂഷൻസിലെ വേരിയബിൾസ് നമ്മൾ ചെക്ക് ചെയ്യും. കൺക്ലൂഷൻസിൻ്റെ വേരിയബിൾസ് നമ്മൾ ചെക്ക് ചെയ്യും. വേരിയബിൾസ് സെയിം ആണെങ്കിൽ നമ്മൾ എന്ത് വിചാരിക്കും? എന്നും കൂടെ നമ്മുടെ മനസ്സിൽ ഉണ്ടാവണം, ഐദർ ഓർ കേസിനുള്ള സാധ്യതയുണ്ട്. ഉണ്ടാവാതിരിക്കാം, പക്ഷെ ഇവിടെ ഐദർ ഓർ കേസിനുള്ള ഒരു ചാൻസ് ഉണ്ട്. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ ഈ രണ്ട് വേരിയബിൾസും ഡിഫറെൻ്റ് ആണ് ഇല്ല. രണ്ട് കൺക്ലൂഷൻസിലെ വേരിയബിൾസ്, ഒന്ന് പിയും എസും ആണ്, രണ്ടാമത്തത് ആറും എന്നും ആണ്. സോ ഇവിടെ ഉള്ള വേരിയബിൾസ് എന്താണ്? ഇവിടെ ഉള്ള വേരിയബിൾസ് ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയി കഴിയുമ്പോൾ അവിടെ എന്തിനുള്ള സാധ്യത ഇല്ല? ഐദർ 1 or 2 ഫോളോസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ്റെ സാധ്യതയില്ല. സോ നമുക്കിതൊരു റോങ് ആയ കൺക്ലൂഷൻ ആണ് ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഒരു പക്ഷേ നിങ്ങളുടെ രണ്ടാമത്തെ ഓപ്ഷൻ പി ലെസ് ദാൻ എസ് ആണെന്നിരുന്നോട്ടെ. ഇവിടെ ആർ ലെസ് ദാൻ എൻ എന്നുള്ള ആ ഒരു ഓപ്ഷന് പകരം പി ലെസ് ദാൻ എൻ എന്നുള്ള ഒരു ഓപ്ഷനാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളതെങ്കിൽ, അങ്ങനെയെങ്കിൽ നമുക്ക് പറയാം ഐദർ 1 or 2 ഫോളോസ് അല്ലേ. ഇവിടെ നമുക്ക് കൺക്ലൂഷൻ എന്താണ് കിട്ടിയത്?
പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ് കിട്ടിയത്. കൺക്ലൂഷൻ, ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കൺക്ലൂഷൻ പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ്. നമുക്ക് 3 കണ്ടീഷൻസ് ആണുള്ളത്. ആദ്യത്തെ കണ്ടീഷൻ എന്താണ്? 2 വേരിയബിൾസും സെയിം ആയിരിക്കണം. 2 വേരിയബിൾസും, അതായത് 2 കൺക്ലൂഷനിലുള്ള വേരിയബിൾസും സെയിം ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തു. 2 കൺക്ലൂഷൻസും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം. രണ്ടാമത്തെ കൺക്ലൂഷനും സാറ്റിസ്ഫൈ ചെയ്തു. മൂന്നാമത്തത് എന്താണ്? ഈ 2 കൺക്ലൂഷനെയും ഞാൻ ക്ലബ് ചെയ്താൽ ഒരുമിച്ച് ഞാൻ എഴുതി കഴിയുമ്പം എനിക്ക് കിട്ടേണ്ട ആക്ച്വൽ കൺക്ലൂഷൻ എനിക്ക് കിട്ടണം. അപ്പോൾ ഇത് രണ്ടിനെയും ഞാൻ ഒരുമിച്ച് എഴുതുമ്പോൾ എനിക്ക് എങ്ങനെ എഴുതാം? എനിക്ക് പി ഇസ് ഈക്വൽ ടു എസ് എന്ന് തന്നിട്ടുണ്ട്, പി ലെസ് ദാൻ എസ് തന്നിട്ടുണ്ട്. എനിക്ക് ഒന്നിച്ച് എങ്ങനെ എഴുതാൻ പറ്റും? പി ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എസ് എന്ന് എനിക്ക് എഴുതാൻ പറ്റും. ഇവിടെ എനിക്ക് എന്താ കിട്ടിയേ? പി ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എസ് ആണ്. സോ എനിക്ക് കിട്ടേണ്ട കംപ്ലീറ്റ് ആൻസർ ഈ 2 കൺക്ലൂഷനെയും ഞാൻ ക്ലബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടി. സോ എന്താണ്? ഐദർ 1 or 2. ഇവിടെ ലെസ് ദാനിന് പകരം നിങ്ങൾക്ക് ഗ്രേറ്റർ ദാനും തന്നിട്ടുണ്ട്. ലെസ് ദാനിന് പകരം ഗ്രേറ്റർ ദാനിന് തന്നിട്ടുണ്ട് എന്ന് വിചാരിക്കാം. നോക്കിക്കോൾ, ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യേണ്ട 2 കൺക്ലൂഷൻസിലെയും വേരിയബിൾസ് സെയിം ആണ്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. യെസ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താണ്? രണ്ടാമത്തെ കണ്ടീഷൻ രണ്ടും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം. രണ്ടും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം. രണ്ടും ഇൻഡിവിജ്വലി റോങ് ആണ്. മൂന്നാമത്തത് എന്താണ്? ഇത് രണ്ടും കൂടെ ഞാൻ ക്ലബ് ചെയ്ത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് എഴുതുമ്പം എനിക്ക് കിട്ടേണ്ട ആക്ച്വലായ സൊല്യൂഷൻ എനിക്ക് കിട്ടണം. ഇവിടെ ഞാൻ ഇത് രണ്ടിനെയും കമ്പൈൻ ചെയ്ത് എഴുതുമ്പം എനിക്ക് കിട്ടേണ്ടത് എന്താണ്? പി ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എസ് ആണ്. പക്ഷേ എനിക്ക് കിട്ടേണ്ടത് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് ആണ്. എനിക്ക് കിട്ടേണ്ടത് പി ലെസ് ദാൻ ഓർ ഇസ് ഈക്വൽ ടു എസ് ആണ്. സോ ഈ ഒരു സിറ്റുവേഷനിൽ എന്തായിരിക്കും? നെയ്തർ 1 nor 2 ഫോളോസ് ആണ്. നെയ്തർ 1 nor 2 ഫോളോസ്. മനസ്സിലായല്ലോ? യെസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്ക് ടു അവർ ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ കൺക്ലൂഷൻ റോങ് ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം. 6ഉം 8ഉം ആണ് നമ്മുടെ താരം, അല്ലേ? 6ഉം 8ഉം ആണ് നമ്മുടെ താരം. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൽ ലെസ് ദാൻ ആർ, എസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ, പി ഈസ് ഈക്വൽ ടു എൻ. ഓക്കെ, യെസ്. നമുക്ക് ആവശ്യം ആരും ആണ്, 6ഉം 8ഉം ആണ്. ഞാൻ നോക്കുമ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റിൽ n ഉണ്ട്, ഈ സ്റ്റേറ്റ്മെൻറ്റിൽ n ഉണ്ട്, ഇവിടെ 6 ഉണ്ട്. ഞാൻ ഈ 3 സ്റ്റേറ്റ്മെൻറ്റ്സും കൺസിഡർ ചെയ്യണോ അല്ലെങ്കിൽ ഏതെങ്കിലും 2 സ്റ്റേറ്റ്മെൻറ്റ് കൺസിഡർ ചെയ്താൽ മതിയോ? നോക്കിക്കോളൂ. ഇവിടെ പി ഉണ്ട്, പി ഈസ് കണക്റ്റഡ് ടു എൻ, എൻ ഈസ് കണക്റ്റഡ് ടു എസ്, എസ് ഈസ് കണക്റ്റഡ് ടു എൽ, എൽ ഈസ് കണക്റ്റഡ് ടു ആർ, അല്ലേ? പി എന്ന് പറയുന്നത് ആരുമായിട്ടാണ്? എന്നുമായി കണക്ഷൻ ഉണ്ട്. എസ്സുമായിട്ട്, എന്നിന് എസ്സുമായിട്ട് കണക്ഷൻ ഉണ്ട്, എസ്സിന് എല്ലുമായിട്ട് കണക്ഷൻ ഉണ്ട്, എല്ലിന് ആറുമായിട്ട് കണക്ഷൻ ഉണ്ട്. ഇത്രയും പാർട്ട്, അതായത് എസ് തൊട്ട് ഈ 6 വരെയുള്ള പാർട്ട് എന്താണ്? ഈ എസ് തൊട്ട് ഈ 6 വരെയുള്ള പാർട്ട് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ എസ് തൊട്ട് ഈ എൻ വരെയുള്ള പാർട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഈ എൻ തൊട്ട് ഈ പി വരെയുള്ള പാർട്ട് മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എൻ്റെ റിലേഷൻഷിപ്പ് 6ഉം 8ഉം ആണ്. ഇൻ കേസ് എൻ്റെ റിലേഷൻഷിപ്പ് പിയും എന്നും ആയിരുന്നെങ്കിൽ ഞാൻ ഈ പി, അതായത് ഈ പി തൊട്ട് 6 വരെയുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു 3 സ്റ്റേറ്റ്മെൻറ്റ്സും ഞാൻ കൺസിഡർ ചെയ്യേണ്ടി വന്നേനെ. പക്ഷേ എനിക്ക് ആവശ്യം 6ഉം 8ഉം ആണ്. സോ എന്നിൽ തുടങ്ങി 6ൽ അവസാനിക്കും. എന്നിൽ തുടങ്ങി ഏത് 2 ആൾക്കാരുടെ റിലേഷൻഷിപ്പാണോ നമുക്ക് ആവശ്യം, അത് ഒരാളിൽ തുടങ്ങി മറ്റേ ആളിൽ അവസാനിക്കുന്ന ആ ഒരു പാർട്ട് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. സോ ഇവിടെ എന്താണ്? എന്നിൽ തുടങ്ങി 6ൽ അവസാനിക്കുന്നു, എന്നിൽ തുടങ്ങി 6ൽ അവസാനിക്കുന്നു. സോ എന്താണ്? ഇവിടെ n ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എസ് ഉണ്ട്, ഇവിടെ എൽ ഉണ്ട്, 6 ഉണ്ട്. സോ നമ്മൾ ഈ സ്റ്റേറ്റ്മെൻറ്റും ആദ്യത്തെ 2 സ്റ്റേറ്റ്മെൻറ്റും മാത്രം കൺസിഡർ ചെയ്താൽ മതി. ഇനി അപ്പോൾ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് നമ്മൾ നോക്കുവാണ്. ഇവിടെ എന്താണ്? എസ് ഗ്രേറ്റർ ദാൻ ഓർ ഇസ് ഈക്വൽ ടു എൻ ആണ്. സോ നമുക്ക് എന്ത് പറയാം? എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എസ് എന്ന് പറയാം. ബാക്കി നമുക്ക് അങ്ങനെ ആ ഡയറക്ഷനിൽ എഴുതാം, ഇസ് ഈക്വൽ ടു ആർ. ഇവിടെ രണ്ടും സെയിം സിമ്പിളാണ്, ഇവിടെ രണ്ടും സെയിം സിമ്പിളാണ്. സോ ആ സെയിം സിമ്പിൾ തന്നെ വരും. ഇവിടെ ഒരു ഇൻഡെഫിനിറ്റും ഡെഫിനിറ്റും ആണ്. സോ എൻ ലെസ് ദാൻ ആർ ആണ്. ഇവിടെ നമുക്ക് ആവശ്യം എൻ ലെസ് ദാൻ ആർ ആണ്. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ആർ ലെസ് ദാൻ എൻ ആണ്. സോ ഇത് റോങ് ആണ്. സോ ഈ ഒരു കേസിൽ, ഈ ഒരു ക്വസ്റ്റിനിൽ 2 കൺക്ലൂഷനും റോങ് ആണ്. സോ നെയ്തർ 1 nor 2 ഫോളോസ്. മനസ്സിലായോ? രണ്ടും റോങ് ആവുമ്പോൾ നെയ്തർ 1 nor 2 ഫോളോസ്. യെസ്, രണ്ടും ഇൻഡിവിജ്വലി റോങ് ആവണം. രണ്ടും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം. ഐദർ ഓർ കണ്ടീഷനെ സാറ്റിസ്ഫൈ ചെയ്യാനും പാടില്ല. എപ്പോഴാണ് നമ്മൾ നെയ്തർ നോർ ചൂസ് ചെയ്യുന്നത്? രണ്ടും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം. ഒന്നെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഐദർ 1 or 2 എന്നുള്ളൊരു ഓപ്ഷനേ ഉണ്ടാവാൻ പാടില്ല.
അങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് ആ സിറ്റുവേഷനിൽ നെയ്തർ 1 or 2 എടുക്കാം. അതല്ല ഓപ്ഷനിൽ ഐദർ 1 or 2 ഉണ്ടെങ്കിൽ രണ്ടും ഇൻഡിവിജ്വലി റോങ് ആയിരിക്കണം, രണ്ടും ഐദർ ഓർ കണ്ടീഷൻസിനെ ഫോളോ ചെയ്യാൻ പാടില്ല. സോ അത്തരം സിറ്റുവേഷൻസിൽ നമുക്ക് ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യാൻ പറ്റും? നെയ്തർ 1 nor 2. യെസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. A greater than C is equal to B less than D less than or equal to E greater than or equal to R. ഇവിടുത്തെ കൺക്ലൂഷൻ C less than E, B less than. ഇവിടെ നമുക്ക് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. യെസ്. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തതിൽ നമുക്ക് മോർ ദാൻ 1 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഇവിടെ ഒറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. നോക്കിക്കോളൂ. ഇവിടെ നമുക്ക് ആരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. സിയും ഇയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് വേണ്ടത്. ആദ്യത്തെ കൺക്ലൂഷനിൽ സിയും ഇയും ആണ്, രണ്ടാമത്തെ കൺക്ലൂഷനിൽ ബിയും ഇയും ആണ്. യെസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഏത് രണ്ട് ആൾക്കാർ, ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. സോ ഏത് രണ്ട് ആൾക്കാർ തമ്മിലുള്ള റിലേഷൻഷിപ്പാണോ വേണ്ടത്? ഡയറക്റ്റ് കണക്ഷൻ ഉണ്ടോ എന്ന് നമ്മൾ നോക്കും. ഡയറക്റ്റ് കണക്ഷൻ ഒന്നുമില്ല. സോ അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള രണ്ട് ആൾക്കാരെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും ആക്കിക്കൊണ്ട് ആ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അത്രയും ഭാഗം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യും. സോ ഇവിടെ എന്താണ്? സി ഈസ് ഈക്വൽ ടു ബി ലെസ് ദാൻ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. അപ്പോൾ ഇവിടെ ഒരു ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും ഉണ്ട്. രണ്ടിൻ്റെയും ഡയറക്ഷൻ സെയിം ആണ്. ഇവിടെ ഈക്വൽ സൈനും ഇവിടെ ഡെഫിനിറ്റും ആണ്. സോ ഡെഫിനിറ്റ് ജയിച്ചു. ഇവിടെ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റും ആണ്. സോ ആര് ജയിക്കും? ഡെഫിനിറ്റ് ജയിക്കും. സി ലെസ് ദാൻ ഇ കറക്റ്റാണ്. രണ്ടാമത്തത് എന്താണ്? യെസ്. രണ്ടാമത്തത് നമുക്ക് ആവശ്യം ബിയും ഇയും ആണ്. സോ നമുക്ക് ഇവിടെ സിയുടെ ആവശ്യമില്ല. ബി ആണ് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, ഇ ആണ് നമ്മുടെ എൻഡിങ് പോയിന്റ് അല്ലേ? യെസ്. അപ്പോൾ ബി ലെസ് ദാൻ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇ. ഞാൻ ഈ രണ്ട് സിമ്പിൾസിൻ്റെയും ഡയറക്ഷൻ നോക്കി. ഡയറക്ഷൻ സെയിം ആണ്, നോ പ്രോബ്ലം. അപ്പോൾ ഇവിടെ ഡെഫിനിറ്റ് ആണ്, ഇൻഡെഫിനിറ്റ് ആണ്. ആര് ജയിക്കും? ഡെഫിനിറ്റ് ജയിക്കും. സോ രണ്ടാമത്തെ കൺക്ലൂഷനും കറക്റ്റ് ആണ്. സോ നമ്മുടെ ഓപ്ഷൻ 5 ആണ്. ബോത്ത് 1 and 2 ഫോളോസ്. മനസ്സിലായോ? യെസ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു 3-4 പ്രോബ്ലംസ് ചെയ്തു. ഇനി തൊട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ യെസ് നമ്മുടെ വീഡിയോ നിങ്ങൾ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുക. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്ത് നോക്കുമ്പോൾ യെസ് നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റണ്ടോ എന്ന് നോക്കുക. ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്. Q greater than K greater than or equal to L greater than O less than or equal to V less than B. Conclusions: K greater than or equal to O. Conclusion 2, B less than B. Okay. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺക്ലൂഷൻ നോക്കാം. ഇവിടെ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ അല്ലേ? യെസ്. അപ്പോൾ കണക്ഷൻ നമ്മൾ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. ഇവിടെ കണക്ഷൻ അവർ തന്നിട്ടുണ്ട്. ഡയറക്റ്റ് കണക്ഷൻ കെയും ഒയും ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല. എപ്പോഴാണ് രണ്ട് വേരിയബിൾസ് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആവുന്നത്? ഇങ്ങനെ അടുത്തടുത്ത് എഴുതും. ഇപ്പോൾ ഇവിടെ എല്ലും ഒയും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ക്യൂവും കെയും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്, കെയും എല്ലും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്, വിയും ബിയും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അപ്പോൾ രണ്ട് വേരിയബിൾസ് നമ്മൾ അടുത്തടുത്ത് എഴുതുമ്പം അത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. അല്ലാത്ത സിറ്റുവേഷൻസിലെല്ലാം ഇൻഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ കെയും ഒയും ആണ്. കെ ആണ് സ്റ്റാർട്ടിങ്, ഒ ആണ് എൻഡിങ്. ഇവിടെ എന്താണ്? ഇവിടെ ഇൻഡെഫിനിറ്റ് ആണ്. കെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൽ ഗ്രേറ്റർ ദാൻ ഒ. ഇത് ഇൻഡെഫിനിറ്റ് ആണ്, ഇത് ഡെഫിനിറ്റ് ആണ്. ആര് ജയിക്കും? നമ്മുടെ ഡെഫിനിറ്റ് ആണ് ജയിക്കേണ്ടത്. പക്ഷേ കൺക്ലൂഷൻ ഇൻഡെഫിനിറ്റ് ആണ് തന്നിട്ടുള്ളത്. സോ അത് റോങ് ആണ്. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നമ്മൾ ബേസിക്കായ കാര്യങ്ങളും പിന്നെ നമ്മൾ ഈസിയായ രീതിയിൽ എങ്ങനെ ചെയ്യാമെന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇത്തരം പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ട് അല്ലേ? ഇനി രണ്ടാമത്തെ കൺക്ലൂഷൻ ബിയും വിയും ആണ്. അപ്പോൾ ബിയും വിയും നോക്കുമ്പോൾ അത് ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. ബിയും വിയും ഡയറക്റ്റ്ലി കണക്റ്റഡ് ആണ്. നമുക്ക് എന്താണ് തന്നിട്ടുള്ളത്? വി ലെസ് ദാൻ ബി എന്ന് തന്നിട്ടുണ്ട്. സോ അതിനെ നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? ബി ഗ്രേറ്റർ ദാൻ ബി എന്ന് മാറ്റി എഴുതാം. വി ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ അതിനർത്ഥം ബി ഗ്രേറ്റർ ദാൻ ബി ആണ്. സേ ഫോർ എക്സാമ്പിൾ 2 ലെസ് ദാൻ 4 ആണ് അല്ലേ? 2 എന്ന് പറയുന്നത് 4-നേക്കാളും കുറവാണ്. സോ 4 ഈസ് ഗ്രേറ്റർ ദാൻ 2. 4 ഈസ് ഗ്രേറ്റർ ദാൻ 2. മനസ്സിലായോ? യെസ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് പറയാം? നമുക്കിവിടെ ബി ഗ്രേറ്റർ ദാൻ വി ആണ് ആവശ്യം. പക്ഷെ തന്നിട്ടുള്ളത് ബി ലെസ് ദാൻ വി ആണ്. സോ അതുകൊണ്ട് ഇത് റോങ് ആണ്.
നെയ്തർ 1 nor 2 ഫോളോസ്. ഇത് ഐദർ ഓർ കേസ് ഒന്നും അല്ല അല്ലേ, കെയും ഒയും ബിയും വിയും ആണ്. സോ വേരിയബിൾ സെയിം അല്ല, ഐദർ ഓർ കേസ് സാറ്റിസ്ഫൈ ചെയ്യണില്ല. സോ അതുകൊണ്ട് നെയ്തർ നോർ തന്നെയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ലെസ് ദാൻ എ is equal to C less than D less than E greater than K is equal to M greater than F. അപ്പോൾ ഇവിടെ B less than E, A greater than M. 1 2 അല്ലേ, നമുക്ക് രണ്ട് കൺക്ലൂഷൻസ് ഉണ്ട്, 1 ഉം 2. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. ഈ രണ്ടിൻ്റെയും വേരിയബിൾസ് സെയിം അല്ല. സോ അതുകൊണ്ട് ഐദർ 1 or 2 ഫോളോസ് എന്നുള്ള ആ ഒരു ഓപ്ഷൻ്റെ യാതൊരു പോസിബിലിറ്റി ഇല്ല. അപ്പോൾ നമ്മുടെ ആദ്യത്തെ കൺക്ലൂഷൻ നോക്കാം. ബി ലെസ് ദാൻ ഇ ആണ്. ബിയും ഇയും ഡയറക്റ്റ്ലി കണക്റ്റഡ് അല്ല, ഇൻഡയറക്റ്റ്ലി ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. സോ നമ്മൾ കണക്ഷൻ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ ബി ആണ് നമ്മുടെ സ്റ്റാർട്ടിങ്, ഇ ആണ് നമ്മുടെ എൻഡിങ്. അപ്പം ഞാനിവിടെ നോക്കുമ്പം എൻ്റെ എല്ലാ സിമ്പിൾസും സെയിം ഡയറക്ഷനിലാണ്, എല്ലാ സിമ്പിൾസും സെയിം ഡയറക്ഷനിലാണ്. സോ അതുകൊണ്ട് നോ റിലേഷൻ എന്നുള്ള ആ ഒരു ഓപ്ഷൻ എനിക്ക് കിട്ടില്ല. അപ്പോൾ ബി ലെസ് ദാൻ എ ഇസ് ഈക്വൽ ടു സി ലെസ് ദാൻ ഡി ലെസ് ദാൻ ഇ. ബി ലെസ് ദാൻ എ ഇസ് ഈക്വൽ ടു സി ലെസ് ദാൻ ഡി ലെസ് ദാൻ ഇ. ഓക്കെ, അപ്പോൾ ഇവിടെ ഡെഫിനിറ്റ് സിമ്പലും ഈക്വൽ സൈനും കൊണ്ട് ആര് ജയിക്കും? ബി ലെസ് ദാൻ സി ജയിക്കും. ഇവിടെ എന്താണ്, ഇവിടെ ഡെഫിനിറ്റ് സിമ്പലും ഇവിടെ രണ്ടും സെയിം സിമ്പലാണ്. സോ എന്ത് കിട്ടും? ആ സെയിം സിമ്പൽ തന്നെ കിട്ടും. അഗെയിൻ ഇവിടെ രണ്ടും സെയിം സിമ്പലാണ്. സോ എന്ത് കിട്ടും? സെയിം സിമ്പൽ തന്നെ കിട്ടും. സോ ബി ലെസ് ദാൻ ഈ ഒരു 10-20ഓളം പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയൊന്നും എഴുതാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം. അതായത് നമ്മുടെ മനസ്സിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റണം. നോക്കിക്കോളൂ, ഇവിടെ എല്ലാ സിമ്പലും സെയിം ഡയറക്ഷൻ ആണ്. സോ നോ റിലേഷൻ എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ കണ്ടു. ക്വസ്റ്റ്യനിൽ ഐദർ ഓർ കേസ് ഫോളോസ് എന്നുള്ള ആ ഒരു ഓപ്ഷന് യാതൊരു പോസിബിലിറ്റി ഇല്ല. പിന്നെ നമ്മൾ സിമ്പൽ എല്ലാം സെയിം ഡയറക്ഷൻ, നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സിമ്പൽ എല്ലാം സെയിം ഡയറക്ഷനിലാണോ നമ്മൾ നോക്കി, സെയിം ഡയറക്ഷനിലാണ്. സോ അതുകൊണ്ട് നോ റിലേഷൻ എന്ന് പറയാൻ പറ്റുന്ന ആ ഒരു ഓപ്ഷനും സാധ്യതയില്ല. സിമ്പൽ ഏതെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് പറയാം യെസ്. സിമ്പൽ എന്തെങ്കിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് പറയാം നോ റിലേഷൻ ആണ്. ഇനി ഇവിടെ സെയിം ഡയറക്ഷൻ ആണ്, സെയിം ഡയറക്ഷൻ, ഇവിടെ ഡെഫിനിറ്റും ഈക്വലും ആണ്. ആര് ജയിച്ചു? ഡെഫിനിറ്റ് ജയിച്ചു. പിന്നെ മൂന്നും സെയിം സിമ്പലാണ്. സോ എന്ത് കിട്ടും? ഇത് രണ്ടിനെയും കണക്ട് ചെയ്യുന്നത് ആ സെയിം സിമ്പൽ തന്നെ ആയിരിക്കും. സോ ബി ലെസ് ദാൻ ഇ. ചിലപ്പോൾ നിങ്ങൾക്ക് ബി ലെസ് ദാൻ ഇ എന്ന് തരുന്നതിന് പകരം ഇ ഗ്രേറ്റർ ദാൻ ബി എന്ന് തന്നിട്ടുണ്ടാവും. ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് ബി ലെസ് ദാൻ ഇ എന്ന് തന്നതിന് പകരം ഇ ഗ്രേറ്റർ ദാൻ ബി എന്ന് തരും. ആൾക്കാർ റോങ് ഇട്ടിട്ട് പോകും, ആ കൺക്ലൂഷൻ റോങ് ആണെന്ന് പറഞ്ഞു പോകും. പക്ഷെ അത് കറക്റ്റാണ്. ഇ ഗ്രേറ്റർ ദാൻ ബി എന്ന് പറയുമ്പോൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ബി ലെസ് ദാൻ ഇ ആണ്. മനസ്സിലായോ? യെസ്. ഈ നെക്സ്റ്റ് വൺ എന്താണ്? എ ഗ്രേറ്റർ ദാൻ എം ആണ്. എ ഗ്രേറ്റർ ദാൻ എം ആകുമ്പോൾ നമ്മുടെ സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എയും എമ്മും ആണ്. ഒരൊറ്റ സ്റ്റേറ്റ്മെൻ്റ് അല്ലേ ഉള്ളൂ, നമ്മൾ അതിൻ്റെ റിലേഷൻ ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും എം ആണ്. ഇവിടെ എല്ലാം സെയിം ആണ്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ നമുക്ക് എന്ത് പറയാം? നോ റിലേഷൻ. നോ റിലേഷൻ അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ്. സോ ഈ കൺക്ലൂഷൻ റോങ് ആണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ എന്താണ്? രണ്ടാമത്തെ കൺക്ലൂഷൻ റോങ് ആണ്. സോ അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഓൺലി 1 ഫോളോസ്. ഇവിടെ നമുക്ക് നോ റിലേഷൻ എന്ന് കിട്ടുമ്പോൾ നമുക്ക് ആ കൺക്ലൂഷനെ റോങ് ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. നോ റിലേഷൻ അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നുള്ളൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ എന്താണ്? നമുക്കതിനെ റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. സോ ഓൺലി 1 ഫോളോസ്. മനസ്സിലായോ? യെസ്. L less than H less than or equal to B less than P is equal to J. J greater than L. Conclusion 1. Conclusion 2. H greater than P. അല്ലേ? നോക്കിക്കോളൂ. L less than H. L less than H less than or equal to B less than P is equal to J. അപ്പോൾ നമുക്ക് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റേ ഉള്ളൂ. സോ ഇവിടെ നമുക്ക് കണക്ഷൻസ് പ്രത്യേകിച്ച് ഡിറൈവ് ചെയ്യേണ്ട ആവശ്യമില്ല.
സോ നമ്മുടെ ആദ്യത്തെ റിലേഷൻഷിപ്പ് ഇവിടെ നമ്മൾ നോക്കി ഐദർ ഓർ കേസിന് ഒരു പോസിബിലിറ്റി ഇല്ല. സോ കാരണം ഫസ്റ്റ് കൺക്ലൂഷനിൽ നമ്മുടെ വേരിയബിൾസ് ജെയും എല്ലും ആണ്, രണ്ടാമത്തെ കൺക്ലൂഷനിൽ എച്ചും പിയും ആണ് അല്ലേ? യെസ്. അപ്പോൾ ഇവിടെ നോക്കിക്കോളൂ, നമുക്ക് ആദ്യം ആവശ്യം ജെയും എല്ലും ആണ്. ജെയും എല്ലും ആണ് ആവശ്യം. സോ ഈ ഹോൾ കൺക്ലൂഷനെയും നമ്മൾ ഹോൾ സ്റ്റേറ്റ്മെന്റിനെയും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെ എൽ എന്താണ്? ഇവിടെ ഡെഫിനിറ്റ് ആണ്, ഇവിടെ ഇൻഡെഫിനിറ്റ് ആണ്, ഇവിടെ ഡെഫിനിറ്റ് ആണ്, ഇവിടെ ഈക്വൽ ആണ്. സോ ഇവിടെ 4 സിമ്പിൾസ് ഉണ്ട്. ഡെഫിനിറ്റ് ഉണ്ട്, ഇൻഡെഫിനിറ്റ് ഉണ്ട്, 3 സിമ്പിൾസ് ഉണ്ട്. ഇവിടെ മൊത്തം 4 സിമ്പിൾസ് ഉണ്ട്. അതിൽ 2 സെയിം ആണ്, ബാക്കി 2 ഡിഫറെൻ്റ് ആണ്. ഓക്കെ, ഇതെല്ലാം സെയിം ഡയറക്ഷനിലാണ്, 4 സിമ്പിൾസും സെയിം ഡയറക്ഷനിലാണ്. സോ ഇവ രണ്ടുപേരും ആര് ജയിക്കും? ഇത് ജയിക്കും. ഇത് രണ്ടുപേരും നമുക്കറിയാം ഇതാണ്. ഇത് രണ്ടുപേരിൽ ആര് ജയിക്കും? ഇത് ജയിക്കും. സോ ഇവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്? എല്ലും ജെയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എൽ ലെസ് ദാൻ ജെ ആണ്. നമ്മൾ തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞ പോലെ ഇ ലെസ് ദാൻ ബി എന്ന് തന്നതിന് പകരം ചിലപ്പോൾ അവർ എന്ത് തരും? ബി ഗ്രേറ്റർ ദാൻ ഇ എന്ന് തരും എന്ന് ഞാൻ പറഞ്ഞ പോലെ ഇവിടെ നിങ്ങൾക്ക് കിട്ടിയത് എൽ ലെസ് ദാൻ ജെ ആണ്. ഇവിടുത്തെ ഓപ്ഷൻ ജെ ഗ്രേറ്റർ ദാൻ എൽ ആണ്. എൽ ലെസ് ദാൻ ജെ എന്ന് പറയുമ്പോൾ ജെ ഗ്രേറ്റർ ദാൻ എൽ ആണ്. അത് കറക്റ്റാണ്. സോ ഇപ്പം ഞാൻ ചെയ്ത ഈ ഒരു സ്പീഡിൽ അല്ലെങ്കിൽ ഈ ഒരു ലോജിക്കിൽ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റണം. എങ്ങനെയാണ് നമ്മൾ ചെയ്തത് നോക്കിക്കോളൂ. ഇവിടെ 2 ഡെഫിനിറ്റ് ഉണ്ട്. ഇവിടെ 2 ഡെഫിനിറ്റും ഒരു ഇൻഡെഫിനിറ്റും ഒരു ഈക്വൽ സൈനും ഉണ്ട്. 2 ഡെഫിനിറ്റും ഒരു ഇൻഡെഫിനിറ്റും ഒരു ഈക്വൽ സൈനും ഉണ്ട്. ഈ ഡെഫിനിറ്റും ഇൻഡെഫിനിറ്റിൻ്റെ ഡയറക്ഷൻ സെയിം ആണ്. സോ അതുകൊണ്ട് ഇവിടെ 2 ഡെഫിനിറ്റും ഒരു ഇൻഡെഫിനിറ്റും ആകുമ്പോൾ ആര് ജയിക്കും? ഡെഫിനിറ്റ് ജയിക്കും. ഡെഫിനിറ്റും ഈക്വലും ആകുമ്പോൾ ആര് ജയിക്കും? ഡെഫിനിറ്റ് ജയിക്കും. സോ അവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഡെഫിനിറ്റ് ആയ റിലേഷൻ ആണ് എൽ ലെസ് ദാൻ ജെ അല്ലെങ്കിൽ ജെ ഗ്രേറ്റർ ദാൻ എൽ. ഓക്കെ, ഇനി നമുക്ക് ആവശ്യം എച്ചും പിയും ആണ്. ഇവിടെ ഡെഫിനിറ്റ് ആണ്, ഇവിടെ ഇൻഡെഫിനിറ്റ് ആണ്. ആര് ജയിക്കും? ഡെഫിനിറ്റ് ജയിക്കും. എച്ച് ലെസ് ദാൻ പി കിട്ടും. ഇവിടെ നമുക്ക് എച്ച് ഗ്രേറ്റർ ദാൻ പി ആണ്. അത് റോങ് ആണ്. ഒരു പക്ഷേ പി ഗ്രേറ്റർ ദാൻ എച്ച് തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ അത് കറക്റ്റ് ആയിരുന്നു അല്ലേ? യെസ്, മനസ്സിലായല്ലോ. ഇത്രയും സ്പീഡിൽ നമുക്ക് ഇൻഈക്വാലിറ്റീസിൻ്റെ പ്രോബ്ലംസ് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ലായിരിക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കുറച്ച് കൂടുതൽ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. യെസ്, യെസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ less than m greater than w greater than or is equal to z. Conclusion 1 w less than k. Conclusion 2 z is equal to yes. Okay, നോക്കിക്കോളൂ. എസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ എം ഗ്രേറ്റർ ദാൻ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു സെഡ്. ഇവിടെ കുറേ സിമ്പിൾസ് ഈ ഡയറക്ഷനിലാണ്. 2 സിമ്പിൾ ഈ ഡയറക്ഷനിലാണ്, 2 സിമ്പിൾ ഈ ഡയറക്ഷനിലാണ് അല്ലേ? നമുക്ക് നോക്കാം നമ്മുടെ റിലേഷൻഷിപ്പ് ഇവിടെ വരുമ്പോൾ ഇവിടെ നമുക്ക് ഐദർ ഓർ കേസിനുള്ള പോസിബിലിറ്റി ഇല്ല അല്ലേ? ഐദർ ഓർ കേസിനുള്ള പോസിബിലിറ്റി ഇല്ല, കാരണം രണ്ടും ഡിഫറെൻ്റ് ആയ വേരിയബിൾസ് ആണ്. അപ്പോൾ ഡബ്ല്യുവും കെയും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് നമ്മൾ ഡിറൈവ് ചെയ്യേണ്ടത്. ഇത് രണ്ടുമാണ് നമുക്ക് ആവശ്യം. രണ്ടും 2 ഡയറക്ഷനാണ്. സോ ഇതെന്താണ്? നോ റിലേഷൻ ആണ്. നോ റിലേഷൻ വരുമ്പോൾ ഈ കൺക്ലൂഷൻ റോങ് ആണെന്ന് നമുക്ക് പറയാം. ഒരു പക്ഷേ നിങ്ങളുടെ രണ്ടാമത്തെ കൺക്ലൂഷൻ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, സെഡ് ഈസ് ഈക്വൽ ടു എസിന് പകരം ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ണു അടച്ച് പറയാം എന്താണ്? ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെ ലെസ് ദാൻ ആണ്, ഇവിടെ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഒന്നെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൺക്ലൂഷൻസ് പോസിബിൾ ആയത് ഒന്നെങ്കിൽ ലെസ് ദാൻ, പിന്നെ ഒരു കൺക്ലൂഷൻ ഡബ്ല്യു ലെസ് ദാൻ കെ, മറ്റേ കൺക്ലൂഷൻ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ. അല്ലെങ്കിൽ രണ്ടാമത്തെ കൺക്ലൂഷൻ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ കെ, ഡബ്ല്യു ഗ്രേറ്റർ ദാൻ കെ, അതേപോലെ ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. മൂന്നാമത്തെ കൺക്ലൂഷൻ ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ അല്ലെങ്കിൽ ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ. അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങളുടെ 2 കൺക്ലൂഷൻ എങ്കിൽ ഈ 3 കോമ്പിനേഷൻ ഒന്നെങ്കിൽ എന്താണ്? ഡബ്ല്യു ലെസ് ദാൻ കെ, ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, അല്ലെങ്കിൽ ഡബ്ല്യു ഗ്രേറ്റർ ദാൻ കെ, ഡബ്ല്യു ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ, ഡബ്ല്യു ഈസ് ഈക്വൽ ടു കെ, ഡബ്ല്യു ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ, അല്ലെങ്കിൽ ഇങ്ങനെ തന്നിട്ടുണ്ടാവാം. ഇവിടെയും അവരെങ്ങനെ തന്നിട്ടുണ്ടാവും? ഇങ്ങനെ തന്നിട്ടുണ്ടാവും. ഓക്കെ, ഈ രീതിയിൽ അവർ തന്നിട്ടുണ്ടാവും. ഈ രീതിയിൽ അവർ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ
ഈ രീതിയിൽ അവർ തന്നിട്ടുണ്ടെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക യെസ് അതെന്താണ് ഇങ്ങനെ. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തന്നിട്ട് ഈ 3 ഓപ്ഷൻസിൽ ഈ 3 എന്താ പറയുക കോംപ്ലിമെൻ്ററി പെയറിൽ ഏതെങ്കിലും ഒരു പെയറായിട്ടാണ് തന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് പറയാം either 1 or 2 follows എന്ന് നമുക്ക് പറയാം. യെസ് നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. അതായത് ലെസ് ദാനിന് പകരം എന്ത് യൂസ് ചെയ്യാം, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടുവിന് പകരം എന്ത് യൂസ് ചെയ്യാം എന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. യെസ് ഇവിടെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തരാം. ഈ ഒരു രീതിയിൽ തന്നാൽ അത് ഈക്വൽ സൈൻ ആണ്. യെസ് ഇപ്പം എന്തായാലും നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് W ലെസ് ദാൻ കെ W ഈസ് ഈക്വൽ ടു കെ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആണോ? അല്ല, അത് കറക്റ്റ് അല്ല. ഇനി അതല്ല W ലെസ് ദാൻ കെ W ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് തന്നാൽ അത് കറക്റ്റ് ആണോ? അതും കറക്റ്റ് അല്ല. W ലെസ് ദാൻ കെ ലെസ് ദാൻ ഓർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു കെ എന്ന് തന്നാൽ അതും കറക്റ്റ് അല്ല. സോ ഇവിടെ എന്താണ്, ഇവിടെ 3 പോസിബിലിറ്റീസ് നമുക്കുണ്ട്. ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ ആയിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ ആയിരിക്കും, അല്ലെങ്കിൽ ഈക്വൽ ടു ആയിരിക്കും. സോ ഇതിൽ നമ്മൾ ഏതെങ്കിലും രണ്ടിനെ നമ്മൾ ഒന്നിനെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് മറ്റേത് രണ്ടിനെയും കമ്പൈൻ ചെയ്താണ് നമ്മൾ ഒരു കൺക്ലൂഷൻ ആയിട്ട് എഴുതണത്. സോ അപ്പോൾ അങ്ങനെ 3 സിമ്പിൾസ് ഉണ്ടെങ്കിൽ ഈ ഒരു നോ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻസിൽ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, either or കേസ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അതെന്താണ്, റോങ് ആയ കൺക്ലൂഷനാണ്. രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം. സെഡും യെസ്സും ആണ് നമുക്ക് ആവശ്യം. ഈ ഫുൾ സ്റ്റേറ്റ്മെൻറ്റ് വേണം. 2 സിമ്പിൾസും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. സോ നമുക്ക് പറയാം നോ റിലേഷൻ. സോ ഇവിടെ എന്താണ്, നെയ്തർ 1 nor 2 follows. യെസ് L greater than M greater than or equal to P less than or equal to S. Q less than P M less than K. അപ്പോൾ ഇവിടെ നമുക്ക് 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. K is equal to L ആണ് ആദ്യത്തെ കൺക്ലൂഷൻ. രണ്ടാമത്തെ കൺക്ലൂഷൻ M greater than or equal to A. യെസ് ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാം. കെയും എല്ലും ആണ്. നമ്മൾ ആദ്യമേ തന്നെ നമ്മൾ മനസ്സിലാക്കി either or കേസിനുള്ള ഒരു സാധ്യതയില്ല അല്ലേ. കാരണം 2 കൺക്ലൂഷൻസിലെയും വേരിയബിൾസ് ഡിഫറെൻ്റ് ആണ്. സോ either or കേസിന് ഇവിടെ യാതൊരു പോസിബിലിറ്റി ഇല്ല. ഇനി നമുക്ക് ആദ്യം ആവശ്യം എന്താണ്, കെയും എല്ലും ആണ് നമുക്ക് ആവശ്യം. ഡയറക്റ്റ് ആയ കണക്ഷൻ ഒന്നും ഇല്ല. കെയുടെ എല്ലിൻ്റെയും കാര്യം പറയുമ്പോൾ നമുക്കൊരു സിംഗിൾ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം കൺസിഡർ ചെയ്താൽ മതി. അങ്ങനെയും നമുക്കില്ല അല്ലേ. യെസ് അങ്ങനെയും നമുക്കില്ല. അപ്പോൾ നമുക്കിവിടെ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ട്. L greater than M, M greater than or equal to P less than or equal to S, Q less than P, M less than K. അപ്പോൾ എനിക്ക് ആവശ്യം എല്ലും കെയും ആണ്. ഇവിടെ L ഉണ്ട്, ഇവിടെ K ഉണ്ട്. ഇവിടെ L ഉണ്ട്, ഇവിടെ K ഉണ്ട്. രണ്ടാമതൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അത് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. നോക്കിക്കോളൂ. ഇവിടെ K ആരുമായിട്ടാണ് കണക്റ്റഡ്, എമ്മും ആയിട്ടാണ് കണക്റ്റഡ്. എൽ ആരുമായിട്ടാണ് കണക്റ്റഡ്, എല്ലും എമ്മും ആയിട്ടാണ് കണക്റ്റഡ് അല്ലേ. ഇവിടെ നമുക്ക് ക്യൂവും പിയും ആണുള്ളത്. കെ എന്ന് പറയുന്ന വേരിയബിളിനോ അല്ലെങ്കിൽ എൽ എന്ന് പറയുന്ന ആ വേരിയബിളിനോ ക്യൂവും പിയും ആയിട്ട് ഇവിടെ പിയും ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്, അത് നമുക്ക് വിടാം. പക്ഷെ അതിനേക്കാളും ബെറ്റർ ആയ ഒരു കണക്ഷൻ ഏതാണ്, എം ആണ് അല്ലേ. എല്ലിന് ഇവിടെ പിയും ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. എല്ലിന് പിയും ആയിട്ടൊരു കണക്ഷൻ ഉണ്ട്. കെ എന്ന് പറയുന്ന ആൾക്ക് ആരുമായിട്ടാണ് കണക്ഷൻ, എമ്മും ആയിട്ടാണ് കണക്ഷൻ. കെ എന്ന് പറയുന്ന ആൾക്ക് പിയും ക്യൂവും ആയി യാതൊരു കണക്ഷനും ഇല്ല. പിയും ക്യൂവും ആയിട്ട് യാതൊരു കണക്ഷനും ഇല്ല. എൽ എന്ന് പറയുന്ന ആൾക്ക് എമ്മും ആയിട്ടും കണക്ഷൻ ഉണ്ട്, പിയും ആയിട്ടും എമ്മും ആയിട്ടും കണക്ഷൻ ഉണ്ട്. എമ്മും പിയും കണക്റ്റഡ് ആയതുകൊണ്ട് എൽ എന്ന് പറയുന്ന ആൾക്ക് പിയും ആയിട്ട് കണക്ഷൻ ഉണ്ട്, ക്യൂ ആയിട്ട് കണക്ഷൻ ഇല്ല. ഓൾറെഡി ഇവർ രണ്ടുപേരെയും കണക്ട് ചെയ്യുന്ന ഒരു കോമൺ വേരിയബിൾ എം നമുക്കുണ്ട്. എല്ലും എമ്മും ആയിട്ട് കണക്റ്റഡ് ആണ്, കെയും എമ്മും ആയിട്ട് കണക്റ്റഡ് ആണ്. സോ നമ്മൾ ഏതൊക്കെ കൺസിഡർ ചെയ്താൽ മതി, എല്ലും കെയും എമ്മും കൺസിഡർ ചെയ്താൽ മതി. നമ്മൾ അവിടെ പീനെ കുറിച്ച് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, എം ലെസ് ദാൻ കെ എന്ന് തന്നിട്ടുണ്ട്. സോ കെ ഗ്രേറ്റർ ദാൻ എം ആണ്, കെ ഗ്രേറ്റർ ദാൻ എം ആണ്. ഇവിടെ എന്താണ്, എൽ ഗ്രേറ്റർ ദാൻ എം എന്ന് തന്നിട്ടുണ്ട്. സോ എം ലെസ് ദാൻ എൽ ആണ്. ഇവിടെ എം ലെസ് ദാൻ എൽ ആണ്. രണ്ടിൻ്റെയും സിമ്പൽ ഡിഫറെൻ്റ് ആണ്. സോ നമുക്ക് എന്ത് ഡിഫറെൻ്റ് ഡയറക്ഷൻ ആണ്. സോ ആദ്യത്തെ കൺക്ലൂഷൻ റോങ് ആണ്. എൽ ഗ്രേറ്റർ ദാൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി ലെസ് ദാൻ എൽ അല്ലേ. യെസ്
ഇനി നമുക്ക് രണ്ടാമത്തെ കൺക്ലൂഷൻ നോക്കാം. എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ. എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ. ഇവിടെ നമുക്ക് എം ഉണ്ട്, ഇവിടെ ക്യൂ ഉണ്ട്. ഇവിടെ എമ്മും പി യു ആയിട്ട് കണക്റ്റഡ് ആണ്, അതേപോലെ ക്യൂവും പി യു ആയിട്ട് കണക്റ്റഡ് ആണ്. എമ്മും പി യു ആയിട്ട് കണക്റ്റഡ് ആണ്, ക്യൂവും പി യു ആയിട്ട് കണക്റ്റഡ് ആണ്. സോ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ രണ്ട് ഭാഗവും ഈ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു പി. പി ഗ്രേറ്റർ ദാൻ ക്യൂ ആണ് തന്നത്, അതായത് ക്യൂ ലെസ് ദാൻ പി ആണ് തന്നിട്ടുണ്ട്. സോ പി ഗ്രേറ്റർ ദാൻ ക്യൂ ആണ്, പി ഗ്രേറ്റർ ദാൻ ക്യൂ. ഇവിടെ എന്ത് കിട്ടി? എം ഗ്രേറ്റർ ദാൻ ക്യൂ എന്നാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ രണ്ടാമത്തെ കൺക്ലൂഷനും റോങ് ആണ്. കാരണം ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ക്യൂ എന്നാണ് തന്നിട്ടുള്ളത്. മനസ്സിലായോ? യെസ്.